ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യണ എന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയാണ്. കാര്യമൊന്നുമല്ല, ഞാൻ നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് ഷോർട്ട് പൊസിഷൻ താഴേക്ക് ഒരു ട്രേഡ് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള നോയ്സ് ഒക്കെ ഒഴിവാക്കി സമാധാനത്തോടെ ഞാൻ നോക്കിയിരിക്കുന്ന സമയത്താണ് എന്റെ ഭാര്യ എന്റെ പിന്നെന്ന് പറയണത്. അതായത് ഇവിടെ ഒരു ഗ്യാപ്പ് അല്ലേ കാണുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ വന്നിട്ട് പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോവാൻ സാധ്യതയില്ല എന്നുള്ളത്. ആലോചിക്കണം കേട്ടാ, ഞാൻ താഴേക്ക് ട്രേഡ് എടുത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ട് കഴിഞ്ഞാൽ എന്റെ കോൺഫിഡൻസിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കുമല്ലോ. പെട്ടെന്ന് നമ്മളുടെ കോൺഫിഡൻസ് ചോർന്നു പോകും. നമ്മൾ വിചാരിക്കും എന്തിനാണ് ഈ സാധനം കേട്ടത്, നമ്മള് കേൾക്കാതിരുന്നായിരുന്നു ഇത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളത്. ഇത് തന്നെയാണ് കൂടുതൽ ആൾക്കാർക്കും മെജോറിറ്റി ട്രേഡേഴ്സിനും ഫേസ് ചെയ്യുന്ന മേജർ പ്രശ്നം ഇതാണ്. അതായത് നമ്മളെല്ലാവരും ട്രേഡ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് അവർ കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ യൂട്യൂബിൽ പല ആൾക്കാരും ചെയ്യുന്ന പ്രീ മാർക്കറ്റ് പോസ്റ്റ് മാർക്കറ്റ് സെഷൻസ് വീഡിയോസ്, സപ്പോർട്ട് ഇത്, റെസിസ്റ്റൻസ് ഇത്, മാർക്കറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യാനാണ് സാധ്യത, അങ്ങോട്ട് പോകാനാണ് സാധ്യത, ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ കാണാൻ ശ്രമിക്കും. ശരിയല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പ്സ് ആയിരിക്കും. പല രീതിയിലത്തെ ട്രേഡിംഗ് ഡിസ്കഷൻസിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പൊ അവരുടെ വ്യൂ നമ്മൾ കേൾക്കും, നമ്മളുടെ വ്യൂ നമ്മൾ പറയും. നമുക്ക് മൊത്തത്തിൽ ഒരു അവ്യയില് പരിപാടി നമ്മൾ ഇരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പരിപാടിയൊക്കെ വേണം. അത് എപ്പോഴാണെന്നുള്ളതാണ്. ട്രേഡിംഗ് പഠിച്ചു തുടങ്ങുന്ന ആദ്യത്തെ ഒരു 3 മുതൽ 6 മാസം സമയം ഉണ്ടല്ലോ. അതായത് ട്രേഡിംഗ് ട്രെൻഡ് എന്താ, സ്ട്രക്ചർ എന്താ, മാർക്കറ്റ് എങ്ങോട്ടാ മൂവ് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ കാശ് ഉണ്ടാക്കുന്ന സമയം എല്ലാം തിരിച്ചറിയാം. പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും പഠിക്കുന്ന സമയമാണ്. ആ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പരിപാടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലാവാം, ഈ പറഞ്ഞ പുള്ളി ഇങ്ങനെയാണ് ട്രേഡുകൾ പ്ലാൻ ചെയ്യണത്, ഈ പറഞ്ഞ പുള്ളി ഇങ്ങനെയാണ് ട്രേഡ് പ്ലാൻ ചെയ്യണത്. ഇത് മനസ്സിലാക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. പക്ഷെ വൺസ് നിങ്ങൾ ആ പഠനകാലം ഒരു 6 മാസം കഴിഞ്ഞ് നിങ്ങൾ പഠിപ്പൊക്കെ കഴിഞ്ഞു, സ്ട്രാറ്റജി ഒക്കെ നിങ്ങൾ ഡിഫൈൻ ചെയ്തെടുത്തു, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള സ്ട്രാറ്റജി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പിന്നെ നിങ്ങൾ ഇതുപോലത്തെ പരിപാടിയുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. കാരണം എന്താണ്, നമ്മളുടെ സ്ട്രാറ്റജി ഇപ്പൊ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സ്ട്രാറ്റജി 3 മിനിറ്റിലോ 5 മിനിറ്റിലോ 15ലോ 30ലോ പല ആൾക്കാരുടെ സ്ട്രാറ്റജി പല പല ടൈം ഫ്രെയിമിലായിരിക്കും, പല റിസ്ക് ആയിരിക്കും, പല ക്യാപിറ്റലായിരിക്കും. ശരിയല്ലേ? ചിലർ സ്കാൽപ്പ് ചെയ്യും, ചിലർ അത് ഒരു ഇൻട്രാഡേ പോലെ ഒരു ഫുൾ ടൈം വരെ, അത് 3:30 വരെ ഹോൾഡ് ചെയ്യുന്ന ട്രേഡുകളായിരിക്കും. ചില ആൾക്കാർ BTST രീതിയിൽ എടുക്കുന്ന ട്രേഡ് ആയിരിക്കും. അപ്പൊ മനസ്സിലാക്കേണ്ടത് നമ്മൾ എടുക്കുന്ന പോലെയല്ല എല്ലാവരും ട്രേഡുകൾ എടുക്കുന്നത്. അപ്പൊ ഒരാൾ പറയാണ്, ഇതാണ് എന്റെ സ്ട്രാറ്റജി പ്രകാരം, ഇതാണ് എന്റെ സപ്പോർട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ സെറ്റപ്പ് പ്രകാരം ചിലപ്പോൾ നമ്മൾ നോക്കണത് അവിടെ നിന്ന് നമ്മൾ ഷോർട്ട് ട്രേഡ് ചെയ്യേണ്ട സമയമായിരിക്കും. അതായത് സെൽ ട്രേഡ് ചെയ്യേണ്ട ഏരിയ ആണ് ഇദ്ദേഹം പറയണത് സപ്പോർട്ടാണെന്നുള്ളത്. അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആയില്ലേ, നമുക്ക് അപ്പൊ ആ ട്രേഡ് എടുക്കാനായിട്ട് ധൈര്യം വരില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കിയാൽ തന്നെ സമാധാനത്തോടെ നമുക്ക് ഇരിക്കാൻ പറ്റും, നിങ്ങളുടെ സ്ട്രാറ്റജിയെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ട്രേഡ് എടുത്തു, ഒരു അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുക്കുകയാണ്. അപ്പൊ നമ്മൾ നോക്കുന്ന വീഡിയോ എന്തായിരിക്കും, അപ്പ് സൈഡിലേക്ക് ഏതൊക്കെ ഈ ട്രേഡിംഗ് ഗുരു ആണോ അപ്പ് സൈഡിലേക്ക് ട്രേഡ് പറഞ്ഞത് അവരുടെ വീഡിയോസ് കാണാനായിരിക്കും നമുക്ക് താല്പര്യം. കാരണം എന്താ, നമ്മളുടെ പരിപാടിയായിട്ട് ഇത് മാച്ച് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വരും, ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് കിട്ടുക. അദ്ദേഹം പറഞ്ഞു മേലേക്ക്, നമ്മൾ എടുത്തു മേലേക്ക്. അപ്പൊ എന്താ, അത് റിസ്ക് വരാനുള്ള സാധ്യതയില്ല, നല്ല കോൺഫിഡൻസ് ട്രേഡ് പിടിച്ചിരിക്കും. പക്ഷെ ആ ട്രേഡ് അഗെയിൻസ്റ്റ് പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ മനസ്സിലെന്തായിരിക്കും, അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ട്രേഡിംഗ് ഗുരു പറഞ്ഞിട്ടുണ്ട് എന്ത്, അത് മേലേക്കേ പോവുള്ളൂ, താഴേക്ക് വരില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വെച്ചേക്കുന്ന സ്റ്റോപ്പ് ലോസ് ഒക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ അത് വലിയൊരു ലോസിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം ഒരുക്കുന്നുള്ളതാണ് എനിക്കിതിൽ നിങ്ങളോട് പറയാനുള്ള കാര്യം. അപ്പൊ ഞാനൊക്കെ ട്രേഡിംഗിലേക്ക് വന്ന സമയത്ത് ആദ്യത്തെ കാലത്തൊക്കെ ഇതേപോലെ തന്നെ പല പല ആൾക്കാരുടെ വീഡിയോസ്, പ്രത്യേകിച്ച് ഞാൻ കാണാറുള്ള വീഡിയോ PR സുന്ദറിന്റെ വീഡിയോസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടമാണ് കേട്ടോ, ഞാൻ കാണാനുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ട്രേഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ എടുക്കുന്ന വ്യൂവും അദ്ദേഹം പറയുന്ന വ്യൂവും നേരെ ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, എനിക്ക് സമാധാനമായി ട്രേഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, ആകെ ടെൻഷൻ ആവുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒറ്റ കാര്യം ചെയ്തോളൂ, ഇതേപോലത്തെ വീഡിയോസ്, അതായത് വ്യൂ പറയുന്ന, മാർക്കറ്റ് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും പറയുന്ന വ്യൂസ് ഷെയർ ചെയ്യുന്ന വീഡിയോസ് ഉണ്ടല്ലോ, ആ വീഡിയോസ് ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പഠിച്ച് സ്വന്തമായി സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തതിനു ശേഷം ആ പറഞ്ഞ പരിപാടി സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ്. നമ്മളുടെ സ്ട്രാറ്റജിയെ വിശ്വസിക്കുക, നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജിയെ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ കയ്യിലുള്ള ഉത്തരവാദിത്വം. അതിനു പകരം നമ്മൾ ചെയ്യുന്ന പരിപാടി വേറെ ആരെങ്കിലും വാലിഡേറ്റ് ചെയ്താലേ വിശ്വാസമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നിങ്ങൾ എല്ലാ കാലത്തും ആ വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കുന്ന ഒരു പോയിന്റിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോണത്. അതൊരിക്കലും കാര്യമില്ലല്ലോ, പ്രത്യേകിച്ച് ഉപകാരമില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഇൻഡിപെൻഡന്റ് ആയി ട്രേഡർ ആവണം, അല്ലെ?
ഒരു സമയത്ത് ഈ പറഞ്ഞ ടെലിഗ്രാം ഗ്രൂപ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന വ്യക്തിയോ ആ പറഞ്ഞ പരിപാടി നിർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹം വേറെ ഏതെങ്കിലും ട്രാക്കിലേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? നമുക്ക് സ്വന്തമായിട്ട് നിലനിൽപ്പ് വേണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത് ആദ്യത്തെ കുറച്ച് നാളെങ്കിലും ഈ ഒരു പറഞ്ഞ ട്രാക്കിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വേണമെന്ന് ഞാൻ പറയുള്ളൂ. ആദ്യത്തെ കുറച്ച് നാള് എങ്ങനെയാണ് ബാക്കിയുള്ള ട്രേഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള സ്ട്രാറ്റജി വന്നു കഴിഞ്ഞാൽ ഈ ഇത്രയും നാള് നിങ്ങൾ കേട്ടായിരുന്ന ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സമാധാനത്തോടെ ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിയിക്കുക. ഇതേപോലത്തെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.